അതായത് ഈ സ്വർണ്ണ വിലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഇന്റർനാഷണൽ സംഭവങ്ങളെ ബേസ് ചെയ്താണല്ലോ. ഇന്ത്യയും ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് കരാറുകൾ 125% വളരെ താഴോട്ട് ഇപ്പം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി 50% വരെ ആക്കിയിരുന്നത് 10-14-16 കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ശ്രമങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണവില കുറയും. കാരണം ഡോളറിന്റെ ഡെപ്പോസിറ്റ് കൂടുകയും സ്വർണം വിൽക്കുകയും ചെയ്യും. കാരണം വില കുറഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ സ്വാഭാവികമായും ഡിമാൻഡ് കുറയും. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണവില കുറയും. പക്ഷേ ഇത് കച്ചവടത്തെ ബാധിക്കുക എന്ന് പറയുന്നത് വില കൂടുതൽ വന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ ഇനിയും കുറയും എന്നുള്ള ഒരു ചിന്ത കൂടെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അപ്പോൾ അവർ സ്വാഭാവികമായും എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സ്വർണം വാങ്ങാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത് കൊണ്ട് വ്യാപാരം അത് കുറവായി തന്നെയാണ് കച്ചവടക്കാരെ ബാധിക്കുന്നത്. തുടർച്ചയായി വില കുറയുന്നത് കച്ചവടത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഏതൊരു സംഗതിയും വില സ്റ്റഡി ആയിട്ട് കുറെ ദിവസങ്ങൾ നിന്നാൽ വ്യാപാരം നടക്കും. അതേസമയം ക്രമാതീതമായി കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ അങ്കലാപ്പുകളാണ്. ഇനിയും കൂടി പോകുമോ, ഇനിയും കുറയുമോ? അപ്പൊ ഇപ്പൊ കുറയുന്ന ടെൻഡൻസിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് കൊണ്ട് ആൾക്കാർ ഇനിയും പ്രതീക്ഷിക്കും, ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് വ്യാപാരികളെ സംബന്ധിച്ചോളം വ്യാപാരങ്ങൾ കുറയും. സ്വർണ്ണവില കുറയുന്നതനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻസ് ബുക്കിങ്ങുകളോ, ഈ കല്യാണം ഉത്സവ സീസണൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻസ് ബുക്കിങ്ങുകളൊക്കെ കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും. അതാണല്ലോ പറഞ്ഞത്. പൊതുവേ ഇത് കല്യാണങ്ങൾ നടക്കണം, സ്വർണം വാങ്ങും, അതിനു വേണ്ടിയുള്ള അഡ്വാൻസ് ബുക്കിങ്ങുകളൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇനിയും സ്വർണ്ണവില കുറയും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഇനിയും കുറയും എന്നുള്ളതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. കാരണം ഇത് പുറത്തുള്ള ഇന്റർനാഷണൽ സംഭവങ്ങളുടെ ടെൻഷനുകൾ പൂർണ്ണമായും മാറിയിട്ടില്ലല്ലോ. ഉക്രൈൻ റഷ്യൻ വാറൊന്നും അവസാനിച്ചിട്ടില്ലല്ലോ. പിന്നെ ട്രംപിന്റെ പോളിസികളിൽ വന്ന മാറ്റങ്ങളാണ് ഇപ്പം ഈ സ്വർണ്ണവിലയെ ബാധിച്ചിരിക്കുന്നത്. അത് എത്ര കണ്ട് മുന്നോട്ട് അധികം താഴ്ന്നു പോകുമെന്നുള്ള ഒരു അനുമാനങ്ങളില്ല. ഇപ്പോൾ കുറയും, കുറച്ചുകൂടെ കുറഞ്ഞാൽ പിന്നെ അത് സ്റ്റഡിയായി നിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുമാനങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.